ഹായ്, ഇന്ന് പൊതുവെ എല്ലായിടത്തും കാണുന്നതും പക്ഷേ ആരും അധികം ഉപയോഗിക്കാത്തതുമായ അത്തിക്ക കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത്തിപ്പഴമല്ല, അത്തിയുടെ കായ, പച്ചക്കായ കൊണ്ടുള്ള തോരൻ വളരെ ടേസ്റ്റിയാണ്, വളരെ പോഷകസമൃദ്ധവുമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഈ അത്തിയുടെ കായയിൽ നല്ല കറയുണ്ടാവും, അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറേ അത്തിക്കായ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് തോരൻ വെക്കാനായിട്ട് പിഞ്ച് കാ മതിയാവും കേട്ടോ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ നല്ല കറയുണ്ട്. അപ്പോൾ ഇതൊക്കെ കളഞ്ഞ് വേണം നമുക്ക് എടുക്കാനായിട്ട്. പിഞ്ച് കായ എന്ന് പറയുമ്പോൾ നമ്മളിത് ഒരെണ്ണം എടുത്ത് മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളുവശം നല്ല പിങ്ക് കളറിലുണ്ടാവും. അങ്ങനെയുള്ള കാ മതിയാവും നമുക്ക് തോരൻ വെക്കാനായിട്ട്. ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളുവശം നല്ല പിങ്ക് കളറിലിരിപ്പുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ളത് നമുക്ക് ഉപയോഗിക്കാം. ചില കായ മൂത്തതാണെങ്കിൽ അത് നമ്മൾ അകത്ത് നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലുണ്ടാവും. ഇത് മൂത്ത കായാണ്, അത് നമുക്ക് ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെ ഈ അത്തിയുടെ കായ എടുത്ത് പുറത്തെ ആ തൊലി ഒന്ന് ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞ ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ അത്തിക്കായും നമുക്ക് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, കറ കളയാനായിട്ട്. സാധാരണ നമ്മൾ നേന്ത്രക്കായൊക്കെ കറി വെക്കാൻ നേരത്ത് കറ കളയാൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. അത് പറഞ്ഞ പോലെ ഇതും നമ്മൾ ചെറുതായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ മുറിച്ചെടുത്ത ശേഷം കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, അതിൻ്റെ കറയൊക്കെ പോവാനായിട്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഇത്തിരി വേവുണ്ട്, അപ്പം നമ്മൾ അതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പിനായിട്ട് 2 പിടി തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. അതുപോലെ തന്നെ അരമുറി സവോള ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇനി സവോളയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന അത്തിക്കായ എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അത്തിക്ക വെന്തതായതുകൊണ്ട് അധികം നേരം നമുക്കിനി അടുപ്പിൽ വെക്കേണ്ടതായിട്ടില്ല. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി അത്തിക്കായിൽ ഉള്ള വെള്ളം പറ്റുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ ഇട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അത്തിക്ക കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പമാണ്, വളരെ രുചികരവുമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബായ്.